എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നോർവേയിലാണ്. നോർവേയുടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ്. അതായത് ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഫ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ കൂട്ടുകാരായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ യാത്രയ്ക്ക് ഇത്ര വലിയ പ്രത്യേകതയെന്ന്. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഒരു കപ്പലിലാണ് പോകുന്നത്. ആ കപ്പലിൽ പോകുമ്പോൾ സാധാരണ നമ്മൾ കപ്പൽ പോകുന്നത് കടലിലൂടെയാണ്. അപ്പോൾ ഈ യാത്രയും കടലിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കടലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പുഴ മാതിരിയാണ് ഇവിടുത്തെ കടൽ. രണ്ട് സൈഡിലും മലനിരകളും അതിൻ്റെ നടുവിലൂടെയാണ് കടൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കടൽ വളരെ ഇടുങ്ങിയ ഒരു പ്രദേശത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അതൊരു പുഴയാണെന്നാണ് നമുക്ക് തോന്നുക. അപ്പോൾ കപ്പലൊക്കെ വരണമെങ്കിൽ അത്രയും ആഴമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ ഈ പ്രദേശം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇപ്പോൾ ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലത്തെത്തിയിട്ടാണ് ഞങ്ങൾ ബസ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നോർവേയിലെ വെസ്റ്റ്ലാൻഡ് കൗണ്ടിയിലെ ഓർലൻഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്നൊരു ഗ്രാമമാണ് ഗുഡ്വാങ്കൻ. നോർവേയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന ഈ ഗ്രാമം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ കപ്പലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സോവനിയറിൻ്റെ കടയുണ്ട്. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് കയറിയതാണ്. അത്യാവശ്യം ഐറ്റംസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തൊപ്പികളും സോക്സ് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകൾ, തണുപ്പിനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ ഗുഡ്വാങ്കൻ. പിന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വില അവർ ഈടാക്കുന്നുണ്ട്. പല രാജ്യക്കാരും ഇവിടെ ഈ സ്ഥലം കാണാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള യാത്രയും വളരെ മനോഹരമാണ്. ഇവിടുന്ന് ഞങ്ങൾ ഷിപ്പിൽ കയറിയിട്ട് ഇനി ഫ്ലാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതിയാണ് ഇവിടെ കാണാനുള്ളത്. അതുപോലെ തന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന ഈ ഗ്രാമം. അങ്ങനെ ഞങ്ങളുടെ ഷിപ്പിലേക്ക് കയറാനുള്ള സമയമായി. എല്ലാവരും ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ്. ഒരുപാട് ആളുകൾ ഈ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ കാണുന്ന ഫെറി ഷിപ്പിലാണ് ഞങ്ങളുടെ യാത്ര. വലിയ ഷിപ്പല്ല, ഒരു ചെറിയ ഷിപ്പ് തന്നെയാണിത്. അത് ഞങ്ങൾ ഈ ഫെറി ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഈ ഷിപ്പിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ കപ്പലിലേക്ക് കയറിയതിന് ശേഷം ഈ കപ്പലിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്നിട്ട് നമുക്ക് ഈ ഇവിടെ നിന്ന് കാണുന്ന ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ആ പ്രകൃതി ഭംഗി ഒന്ന് കാണാം. ഈ ഷിപ്പും എഴുതിയിട്ടുള്ളത് ദി ഫ്യോഡ്സ് എന്നാണ്. FJORDS ഫ്യോഡ്സ് എന്നാണ് വായിക്കുക. അതിൻ്റെ അർത്ഥം ഹിമാനി വഴി രൂപപ്പെട്ട ആഴം കൂടിയതും ഇടുങ്ങിയതും കുത്തനെയുള്ളതുമായ തീരങ്ങളോട് കൂടിയ കടൽ ഭാഗത്തെയാണ് ഫ്യോഡ്സ് എന്ന് വിളിക്കുന്നത്. ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയിൽ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊരു കടലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രയും ശാന്തമായിട്ട് കിടക്കുന്ന, തീരെ അനക്കൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു പുഴ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്.
കാണുന്ന 2 പേരാണ് കപ്പലിനെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റന്മാർ. ഈ പോകുന്ന വഴിയിൽ കപ്പലിന് 1-2 സ്റ്റോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റോപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിന് ചില ആൾക്കാർ അവിടെ നിന്ന് കയറാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഫ്ലാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഈ യാത്ര. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലാം എന്ന് പറയുന്ന ഈ ഗ്രാമവും വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം തന്നെയാണ്. ഈ ഗ്രാമം നോർവേയിലെ വെസ്റ്റ്ലാൻഡ് കൗണ്ടിയിലെ ഓർലാൻഡ് മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫ്ലാം എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇവിടെ ഞങ്ങളൊരു ട്രെയിൻ യാത്രയുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. അപ്പോൾ ഇനി അതിൻ്റെ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അങ്ങനെ ഗുഡ്വാങ്ങിൽ നിന്നും ഫ്ലാമിലേക്കുള്ള ഈ ഫ്യോർഡ്സിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാൻ മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും.